താഴെയിലെ ഒരു ക്ലിക്ക് നിങ്ങളെ അഴിക്കുള്ളിലാക്കിയാലോ? UAE-യിലെ പ്രവാസികൾക്കിടയിൽ ഈ ചോദ്യം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ സംഘർഷങ്ങൾക്കിടയിൽ തന്ത്രപ്രധാനമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനും 375 പേരെയാണ് അബുദാബി പോലീസ് അപ്രതീക്ഷിതമായിട്ട് പിടികൂടിയിരിക്കുന്നത്. പലർക്കും ഇത് വെറുമൊരു കൗതുകമായിരുന്നു. എന്നാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ഭീകരമായ നിയമ നടപടികളെ കുറിച്ച് പലരും ബോധവാന്മാരായിരുന്നില്ല. എമിറേറ്റിലുടനീളം സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയതോടെ പിടിയിലായവർ ഇപ്പോൾ കടുത്ത നിയമ നടപടികൾ നേരിടുകയാണ്. ഒരു ചെറിയ അശ്രദ്ധ എങ്ങനെ നിങ്ങളുടെ പ്രവാസ ജീവിതം തകർക്കുമെന്നതിന്റെ ഗൗരവമേറിയ മുന്നറിയിപ്പാണിത്. മിഡിൽ ഈസ്റ്റ് സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ തന്ത്രപ്രധാന മേഖലകൾ ചിത്രീകരിച്ചതിനും സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനുമാണ് 375 പേരെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷ സാഹചര്യത്തിൽ അധികൃതർ നിരവധി തവണ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകിയതാണ്. എന്നാൽ തുടർച്ചയായി നിയമലംഘനം നടത്തിയതായിട്ടാണ് വിവരം. തുടർന്ന് നിയമലംഘനം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവരെ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു. നേരത്തെ തന്നെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യത്തിന്റെയും പൊതുജനങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ തടയാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. എമിറേറ്റിലുടനീളം സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം പേർ പിടിയിലായത്. നിരോധിത മേഖലകളുടെ ദൃശ്യങ്ങൾ പകർത്തിയതും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് വീഡിയോകൾ പ്രചരിപ്പിച്ചതുമാണ് നിലവിൽ കണ്ടെത്തിയ പ്രധാന കുറ്റങ്ങൾ. ഇത്തരം നടപടികൾ നിയമലംഘനമാണെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നത് തുടരുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ, എംബസികൾ, തന്ത്രപ്രധാനമായ മേഖല എന്നിവയുടെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുന്നത് UAE നിയമപ്രകാരം കടുത്ത നിയമ നടപടികൾക്ക് കാരണമാകും. കൂടാതെ സംഘർഷ സാഹചര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണമല്ലാത്ത വിവരങ്ങൾ വാട്സ്ആപ്പ് വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പ്രചരിപ്പിക്കുന്നതും UAE-യിൽ കുറ്റകരമായിട്ടാണ് കാണുന്നത്. അതേസമയം പൊതുജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോകളോ ശബ്ദ സന്ദേശങ്ങളോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് അധികൃതർ. ഇനിയും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും നിയമലംഘനം നടത്തിയ എല്ലാവരെയും കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുമെന്നും താക്കീതും നൽകുന്നുണ്ട്. വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുന്നേ അത് സത്യമാണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. അത് പോലീസ് പൊതുജനങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുന്ന ഒന്നുകൂടിയാണ്. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൈമാറുന്നത് ഒഴിവാക്കണം. സംഘർഷ സമയങ്ങളിൽ ഇതേ രീതിയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവരെ കണ്ടെത്തി ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് പല തവണകളായി ഇത്തരം നിയമലംഘനം നടത്തരുതെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇതെല്ലാം അവഗണിക്കുകയായിരുന്നു. പിടിയിലായവരിൽ നല്ലൊരു ഭാഗവും പ്രവാസികളാണെന്നുള്ളത് ഗൗരവകരമായ സാഹചര്യമാണ്. ജോലി സംബന്ധമായും മറ്റും തന്ത്രപ്രധാന മേഖലകളിൽ എത്തുന്നവർ തങ്ങൾ എടുക്കുന്ന ഓരോ ഫോട്ടോയും വീഡിയോയും നിയമവിധേയമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി സത്യമല്ലാത്ത വിവരങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന പ്രവണത എല്ലാവരും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ട്. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം തെറ്റുകൾ സംഭവിക്കുന്നതെങ്കിലും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും UAE വെച്ചു പൊറുപ്പിക്കുന്നതല്ല. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കേണ്ട സമയം കൂടിയാണ്. സംഘർഷ സമയങ്ങളിൽ ഓരോ പൗരനും പ്രവാസിയും കാണിക്കുന്ന ഉത്തരവാദിത്തം സമാധാനം നിലനിർത്തുന്നതിൽ നിർണായകമാണ്. വ്യാജ വാർത്തകളുടെ ലോകത്ത് സത്യം തിരിച്ചറിയാൻ ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക എന്നതാണ് ഏക പോംവഴി. നിയമലംഘനങ്ങൾ തുടർന്നാൽ ഇനിയും കടുത്ത പരിശോധനകളും അറസ്റ്റുകളും ഉണ്ടാകുമെന്ന പോലീസിന്റെ താക്കീത് ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. സുരക്ഷിതമായ പ്രവാസ ജീവിതത്തിന് നിയമങ്ങൾ പാലിക്കുക എന്നത് ഓരോ പ്രവാസിയുടെയും കടമയാണ്. വിവേകപൂർണമായ ഇടപെടലുകളിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാനാകൂ. സമാധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മറക്കാതിരിക്കുക. നിയമങ്ങൾ ലംഘിക്കപ്പെടേണ്ടതാണെന്ന് തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ട്. അവര് അഴിക്കുള്ളിലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിഴ പിന്നാലെ വരികയും ചെയ്യും. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്.